ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യുവദമ്പതികൾ പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു. ഒരു ദിവസം രാവിലെ പ്രാതലിന് ശേഷം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ യുവതി അയൽവീട്ടിലെ സ്ത്രീ തുണികൾ അലക്കി വിരിക്കുന്നത് ശ്രദ്ധിച്ചു. ആ വസ്ത്രങ്ങൾ ഒട്ടും വൃത്തിയായിട്ടില്ലെന്നും ആ സ്ത്രീക്ക് തുണികൾ ശരിയായി അലക്കാൻ അറിയില്ലെന്നും യുവതി ഭർത്താവിനോട് പറഞ്ഞു. കുറച്ചുകൂടി നല്ല സോപ്പ് പൊടി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ വസ്ത്രങ്ങൾ വൃത്തിയാകുമായിരിക്കുമെന്ന് പരിഹാസത്തോടെ പറഞ്ഞ ഭാര്യയുടെ വാക്കുകൾ കേട്ട് ഭർത്താവ് ഒന്നും മിണ്ടാതിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും ജനാലയിലൂടെ അയൽക്കാരി തുണി അലക്കുന്നത് കാണുമ്പോഴെല്ലാം യുവതി ഇതേ വിമർശനം ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു മാസത്തിന് ശേഷം അപ്പുറത്തെ വീട്ടിൽ അതീവ വൃത്തിയുള്ള വസ്ത്രങ്ങൾ വിരിച്ചിരിക്കുന്നത് കണ്ട് യുവതി അത്ഭുതപ്പെട്ടു. അവൾ തന്റെ ഭർത്താവിനോട് ചോദിച്ചു, നോക്കൂ, അവസാനം അവർ കൃത്യമായി തുണി അലക്കാൻ പഠിച്ചു. ആരായിരിക്കും അവരെ ഇത് പഠിപ്പിച്ചത്? അപ്പോൾ ഭർത്താവ് പതുക്കെ മറുപടി നൽകി, ആ സ്ത്രീ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് തുണി അലക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ അല്പം നേരത്തെ എഴുന്നേറ്റ് പൊടി പിടിച്ചു കിടന്ന നമ്മുടെ ജനാലകൾ തുടച്ച് വൃത്തിയാക്കി. ഭർത്താവിന്റെ വാക്കുകൾ കേട്ട യുവതി നിശബ്ദയായി. അയൽക്കാരിയുടെ വസ്ത്രങ്ങൾക്കല്ല, മറിച്ച് തന്റെ കാഴ്ച മറച്ചിരുന്ന ജനാലകൾക്കായിരുന്നു അഴുക്കെന്ന് അവൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ഉള്ളിലെ മുൻവിധികളും തെറ്റായ കാഴ്ചപ്പാടുകളും വെച്ച് മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ നന്മകൾ കാണാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ഇത് അനാവശ്യമായ വിമർശനങ്ങൾക്കും വെറുപ്പിനും കാരണമാകും. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ ഇത്തരം തെറ്റായ വിലയിരുത്തലുകൾ കാരണമാകും. പൊടി പിടിച്ച കണ്ണട ധരിച്ചുകൊണ്ട് ലോകം മുഴുവൻ അഴുക്കാണെന്ന് പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല. ലോകത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണട അഥവാ നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടുകൾ ശുദ്ധമാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ മാറുമ്പോൾ ലോകം മനോഹരമായി കാണപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ കണ്ണിലെ കോൽ നോക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? ആദ്യം നിന്റെ കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുക്കുവാൻ നിനക്ക് വെളിച്ചം കിട്ടും. ആദ്യം സ്വന്തം മനസ്സിലെ അഴുക്കുകൾ നീക്കിക്കളയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മകൾ കാണാൻ കഴിയൂ. കണ്ണിലും മനസ്സിലും മുൻവിധികളാകുന്ന അഴുക്കും തടസ്സങ്ങളും പേറി ജീവിച്ചാൽ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിലെ തെളിമ കാണാൻ നമുക്ക് സാധിക്കില്ല. സ്വയം തിരുത്തി നമുക്ക് മറ്റുള്ളവരുടെ നന്മകളെ കാണുന്നവരായി മാറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം അറിഞ്ഞുകൊണ്ടേശു തൻ ജീവനെ നമുക്കായി നൽകി. പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ നിത്യജീവനിലേക്കു നയിക്കാൻ. പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ നിത്യജീവനിലേക്കു നയിക്കാൻ. എല്ലാം അറിഞ്ഞുകൊണ്ടേശു തൻ